നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. നവീൻ ബാബുവിന്റെ കൊലപാതകത്തിൽ ഒടുവിൽ നീതി പുലരുന്നു. കേരളത്തിന്റെ ഹൈക്കോടതി ഈ വിഷയത്തിൽ ശക്തമായി ഇടപെട്ടു. നവീൻ ബാബുവിൻ്റേത് ആത്മഹത്യയല്ല, അതൊരു കൊലപാതകമാണ്, കൊന്നു കെട്ടിത്തൂക്കിയതാണ്. നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ ഹൈക്കോടതിയെ സമീപിച്ച് നൽകിയ ഹർജിയിൽ പറയുന്നു. ആത്മഹത്യയെന്നല്ലേ പുറത്തു വന്നത് എന്ന് ഹൈക്കോടതി ആരാഞ്ഞു. മഞ്ജുഷയ്ക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ തീർത്തു പറഞ്ഞു, ആത്മഹത്യയല്ല, അത് കൊലപാതകമാണ്, കൊന്നു കെട്ടിത്തൂക്കിയതാണ്. കോടതി പോലും നിസ്സംഗമായി ആ വാദത്തിന് മുന്നിൽ നോക്കി നിൽക്കുന്നു. ഹൈക്കോടതി ഒടുവിൽ പറഞ്ഞു, അന്വേഷണ ഉദ്യോഗസ്ഥൻ സത്യവാങ്മൂലം സമർപ്പിക്കണം. കേസ് ഡയറി അടിയന്തരമായി ഹാജരാക്കാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചു. SIT പേരിന് മാത്രം, എല്ലാം ഫാബ്രിക്കേറ്റ് ചെയ്തിരിക്കുന്നു, തെളിവുകളൊക്കെ കൃത്രിമമെന്നാണ് ഇപ്പോൾ മഞ്ജുഷയുടെ അഭിഭാഷകൻ ഹൈക്കോടതിയിൽ പറഞ്ഞത്. തെളിവുകൾ നശിപ്പിച്ചു, തനിക്കനുകൂലമായി കേസിനെ വഴിതിരിച്ചു വിട്ടു. PP ദിവ്യയുടെ സ്വാധീനം തന്നെയാണ് ഹൈക്കോടതിയിൽ ഏറ്റവും വലിയ പരാമർശ വിഷയമായത്. ധൃതി പിടിച്ച് കുറ്റപത്രം സമർപ്പിക്കാൻ അനുവദിക്കരുത് എന്ന് മഞ്ജുഷയുടെ അഭിഭാഷകൻ ഹൈക്കോടതിയോട് പറഞ്ഞു. ഹൈക്കോടതി വളരെ ഗൗരവത്തിൽ ഈ വിഷയങ്ങൾ കേട്ടു. കേരളത്തെ തെറ്റിദ്ധരിപ്പിച്ച നാൾവഴികളായിരുന്നു ഇക്കഴിഞ്ഞ ദിവസങ്ങളിലൂടെ കടന്നുപോയത്. നവീൻ ബാബുവിന്റെ മരണം അത് നമ്മെ ഏറെ വേദനിപ്പിച്ചു. ഇപ്പോൾ നടക്കുന്ന അന്വേഷണം തൃപ്തികരമല്ല, CBI അന്വേഷണം വേണമെന്നാണ് ഹൈക്കോടതിക്ക് മുൻപാകെ മഞ്ജുഷ ആവശ്യപ്പെട്ടിരിക്കുന്നത്. CBI അന്വേഷണത്തിന് എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ ക്രൈംബ്രാഞ്ചിനെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്നും മഞ്ജുഷ ഹൈക്കോടതിക്ക് മുൻപാകെ അപേക്ഷിച്ചു. ഒരു പത്രപ്രവർത്തകൻ എന്ന നിലയിൽ എനിക്കേറെ സംതൃപ്തി നൽകുന്ന ഒരു ദിവസമാണിന്ന്. നവീൻ ബാബുവിന്റെ ദുരൂഹ മരണത്തിന് തൊട്ടുപിന്നാലെ കേരള സമൂഹ മനസാക്ഷിക്ക് മുന്നിൽ ഞാൻ ചില സംശയങ്ങൾ ആദ്യമായി ഉന്നയിച്ചു. നവീൻ ബാബുവിന്റെ ആത്മഹത്യയെക്കുറിച്ചുള്ള വാർത്തകൾ മാധ്യമങ്ങൾ പ്രസിദ്ധീകരിക്കുമ്പോഴാണ് ശക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഞാൻ ചില സംശയങ്ങൾ കേരള സമൂഹത്തിന് മുന്നിൽ വെച്ചത്. ഇതൊരു കൊലപാതകമാണ് എന്ന് അപ്പോൾ തന്നെ തീർത്തു പറയാൻ മലയാളി വാർത്തയ്ക്ക് കഴിഞ്ഞു. ധൃതി പിടിച്ചുള്ള ഇൻക്വസ്റ്റ് നടപടികളും പോസ്റ്റ്മോർട്ടത്തിനു വേണ്ടിയുള്ള തിരക്കുമൊക്കെ ആദ്യം തന്നെ സംശയങ്ങൾ ഉണർത്തി. നവീൻ ബാബു ക്വാർട്ടേഴ്സിൽ നിന്ന് പുറപ്പെട്ട് മുനീശ്വരൻ കോവിലിന് മുന്നിൽ ഇറങ്ങി പിന്നീട് ക്വാർട്ടേഴ്സിലെത്തി ആത്മഹത്യ ചെയ്തു എന്ന വാദം ഒരു കാരണവശാലും ദഹിക്കുന്നതായിരുന്നില്ല. പിറ്റേന്ന് രാവിലെ അവിടെ എത്തിയ ഡ്രൈവർ ഷംസുദ്ദീന്റെ പ്രവർത്തനങ്ങൾ തന്നെയാണ് ഏറെ സംശയങ്ങൾക്ക് കാരണമായതും. സംശയങ്ങൾ ഓരോന്നും അക്കമിട്ട് നിരത്തി കേരള മനസാക്ഷിയുടെ മുന്നിൽ ഞങ്ങൾ വെച്ചിരുന്നു. നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷയെയും കുടുംബത്തെയും ഒക്കെ കയ്യിലെടുക്കാൻ CPM പാർട്ടി ശ്രമിച്ച നാടകങ്ങൾ തന്നെയാണ് മറ്റു ചില സംശയങ്ങൾക്ക് കാരണം. തുടക്കം മുതൽ ഈ കേസന്വേഷണത്തിൽ പോലീസ് കാട്ടിയ നിസ്സംഗത, നിരവധി സംശയങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. കണ്ണൂർ കലക്ട്രേറ്റിൽ ഒക്ടോബർ 14 നടന്ന യാത്രയയപ്പ് ചടങ്ങിന് ശേഷം നവീൻ ബാബുവിനെ ആരൊക്കെ സന്ദർശിച്ചെന്ന് കണ്ടെത്തണമെന്ന് ഹർജിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നു. ഇത് നവീൻ ബാബുവിന്റെ മരണത്തിലേക്ക് നയിച്ച സാഹചര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ചിത്രം ലഭിക്കാൻ സഹായിക്കും. നവീനെ കൊലപ്പെടുത്തി കെട്ടിത്തൂക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. കളക്ട്രേറ്റിലെയും റെയിൽവേ സ്റ്റേഷനിലെയും നവീൻ താമസിച്ച ക്വാർട്ടേഴ്സിലെയും CCTV ദൃശ്യങ്ങളും മറ്റും പരിശോധിച്ചാൽ ഇത് മനസ്സിലാവുന്നതാണ്. എന്നാൽ നവീൻ ബാബുവിന്റെ മരണം അന്വേഷിക്കാൻ നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘം ഇതുവരെ CCTV ദൃശ്യങ്ങളൊന്നും പിടിച്ചെടുത്തില്ല, അന്വേഷിച്ചില്ല. ഇത്തരം നിർണായക വിവരങ്ങൾ കണ്ടെത്താതെ കേസിലെ ഏകപ്രതിയായ PP ദിവ്യയെ കൃത്രിമ തെളിവ് സൃഷ്ടിച്ച് സഹായിക്കുകയാണ് അന്വേഷണ സംഘം ചെയ്യുന്നത് എന്ന് ഹർജിയിൽ കൃത്യമായി ആരോപിക്കുന്നു. നവീൻ ബാബുവിന്റെ ഇൻക്വസ്റ്റ് നടപടികൾ വേഗത്തിലെത്തിയതും സംശയങ്ങൾ ബലപ്പെടുത്താൻ കാരണമാകുന്നുവെന്നാണ് കുടുംബം പറയുന്നത്. ഇൻക്വസ്റ്റ് നടപടികളിൽ അടുത്ത ബന്ധുക്കളുടെ സാന്നിധ്യം അന്വേഷണ സംഘം ഉറപ്പുവരുത്തേണ്ടതുണ്ട്. എന്നാൽ ബന്ധുക്കൾ എത്തുന്നതിന് മുൻപ് തന്നെ തിരക്കിട്ട് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി. നവീന്റെ മരണത്തിൽ PP ദിവ്യയുടെ പങ്കിനെക്കുറിച്ച് പ്രത്യേക അന്വേഷണ സംഘം സമഗ്രമായ അന്വേഷണം നടത്തിയിട്ടില്ല. വകുപ്പ് തല അന്വേഷണം മാത്രമാണ് അവിടെ നടന്നത്. യാത്രയയപ്പ് യോഗത്തിൽ ജില്ലാ പ്രസിഡന്റായിരുന്ന PP ദിവ്യ അതിക്രമിച്ചു കയറുകയായിരുന്നു. പെട്രോൾ പമ്പിന് NOC നൽകാൻ നവീൻ ബാബു കൈക്കൂലി വാങ്ങിയെന്ന് സൂചിപ്പിച്ച് അവർ സംസാരിച്ചു. ഇത് റെക്കോർഡ് ചെയ്യാൻ ക്യാമറാമാനെ കൊണ്ടുവരികയും ഈ ദൃശ്യങ്ങൾ പത്തനംതിട്ട ജില്ലയിലെ ജീവനക്കാർക്ക് അടക്കം അയച്ചു കൊടുക്കുകയും ചെയ്തു. നവീൻ ബാബു കോഴ വാങ്ങിയെന്ന് ആരോപിച്ച് പെട്രോൾ പമ്പ് അപേക്ഷകൻ മുഖ്യമന്ത്രിക്ക് അയച്ചതായി പറയുന്ന കത്ത് പൂർണ്ണമായി കെട്ടിച്ചമച്ചതാണ്. ഒരുപാട് സംശയങ്ങൾ അക്കമിട്ട് നിരത്തിയാണ് ഇപ്പോൾ മഞ്ജുഷ ഹൈക്കോടതിക്ക് മുൻപാകെ നിൽക്കുന്നത്. CBI അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുള്ള ഈ ഹർജിയിൽ അടുത്ത മാസം 9-ാം തീയതി വിശദമായ വാദം കേൾക്കുമെന്ന് ഹൈക്കോടതി പറഞ്ഞു. നിർണായകമായ ചില നീക്കങ്ങൾക്കാണ് ഇന്ന് ഹൈക്കോടതി തുടക്കമിട്ടിരിക്കുന്നത്. ഈ വിഷയത്തിൽ സർക്കാരിനോടും CBIയോടും ഹൈക്കോടതി നിലപാട് തേടി. നവീൻ ബാബുവിൻ്റേതൊരു കൊലപാതകം തന്നെയാണ്,
തുടക്കം മുതൽ തെളിവുകൾ നശിപ്പിച്ച് പ്രതികളെ സംരക്ഷിക്കാനുള്ള വലിയ നീക്കങ്ങളാണ് നടന്നത്. PP ദിവ്യ യാത്രയയപ്പ് യോഗത്തിലേക്ക് കടന്നു ചെന്നതും അധിക്ഷേപ പ്രസംഗം നടത്തിയതും പിന്നീട് നവീൻ ബാബുവിൻ്റെ ദുരൂഹ മരണവും. അധിക്ഷേപ പ്രസംഗത്തെ തുടർന്ന് നവീൻ ബാബു ആത്മഹത്യയെന്ന് പെട്ടെന്ന് തന്നെ വരുത്തി തീർക്കാനായിരുന്നു ചിലരുടെ ശ്രമം. കളക്ട്രേറ്റിൽ നിന്നിറങ്ങിയ നവീൻ ബാബുവിന് സംഭവിച്ചതെന്ത് എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടുപിടിക്കാൻ എന്തുകൊണ്ട് അന്വേഷണ സംഘം ശ്രമിച്ചില്ല? ആദ്യം കേസ് അന്വേഷിച്ച സ്റ്റേഷൻ ഹൗസ് ഓഫീസർ കൃത്യമായി ഈ കേസ് അട്ടിമറിക്കാൻ തന്നെയുള്ള നീക്കങ്ങളാണ് നടത്തിയത്. പിന്നീട് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ നിയോഗിച്ചുകൊണ്ട് സർക്കാർ തടിയൂരി. ഉപതെരഞ്ഞെടുപ്പുകൾ മുന്നിൽ നിൽക്കുന്നതുകൊണ്ട് മാത്രമാണ് സമ്മർദ്ദത്തിൽ ഇത്തരമൊരു നീക്കത്തിന് തന്നെ സർക്കാർ ഇറങ്ങിപ്പുറപ്പെട്ടത്. എന്നാൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഭാര്യ മഞ്ജുഷയുടെയോ കുടുംബാംഗങ്ങളുടെയോ മൊഴി രേഖപ്പെടുത്താൻ പോലും മിനക്കെട്ടില്ല. റെയിൽവേ സ്റ്റേഷന്റെയോ നവീൻ ബാബു സഞ്ചരിച്ച വഴികളുടെയോ CCTV ദൃശ്യങ്ങൾ പോലും അവർ പരിശോധിച്ചില്ല. പകരം നവീൻ ബാബു കൈക്കൂലി വാങ്ങി എന്നുറപ്പിക്കാനായിരുന്നു അന്വേഷണ സംഘത്തിന് തിടുക്കം. അതിനുവേണ്ടി പ്രശാന്തന്റെയും ചില വിജിലൻസ് ഉദ്യോഗസ്ഥരുടെയും ഒക്കെ വ്യാജമൊഴികൾ ഏതെങ്കിലുമൊക്കെ വിധത്തിൽ എഴുതിയെടുക്കുക മാത്രമായിരുന്നു ഈ SITയുടെ തീവ്ര ശ്രമം. മുനീശ്വരൻ കോവിലിന് മുന്നിൽ ഔദ്യോഗിക കാറിലിറങ്ങിയ നവീൻ ബാബുവിന് പിന്നീട് എന്താണ് സംഭവിച്ചത്? അന്ന് രാത്രി അദ്ദേഹത്തെ ആരെങ്കിലും പിന്തുടർന്നിരുന്നോ? ദുരൂഹമായതെന്തോ അവിടെ സംഭവിച്ചുവെന്ന് വ്യക്തമാണ്. ഇനി കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് തടവുകാരെ രാത്രി ഇറക്കിവിട്ട് ഇത്തരമൊരു കൊലപാതകം നടത്തിക്കാൻ മറ്റേതെങ്കിലും മാഫിയകൾ ശ്രമിച്ചിരുന്നോ? നിരവധി ശത്രുക്കളുണ്ടായിരുന്നു ADMന് എന്ന് വ്യക്തമാക്കുന്ന എത്രയെത്ര തെളിവുകളാണ് നമുക്ക് മുന്നിലുള്ളത്. അതിക്രൂരമായി ഈ കൊലപാതകത്തിന്റെ ചുരുളുകൾ നിവരണം. കേരളം അത്രമേൽ പ്രാർത്ഥിക്കുന്നു നവീൻ ബാബുവിന്റെ യഥാർത്ഥ കൊലയാളികളെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരണമെന്ന്. PP ദിവ്യയ്ക്ക് വലിയ രാഷ്ട്രീയ സ്വാധീനമുണ്ടെന്നും തെളിവുകൾ അവർ അട്ടിമറിച്ചെന്നും കുടുംബം ഹൈക്കോടതിയിൽ പറഞ്ഞു. അത് പൂർണ്ണമായും വാസ്തവമാണ്. തുടക്കം മുതൽ PP ദിവ്യ പോലീസിന് മുന്നിൽ ധാർഷ്ട്യത്തോടെ അഹങ്കാരത്തോടെ നിൽക്കുന്ന എത്രയെത്ര ദൃശ്യങ്ങളാണ് നമുക്ക് മുന്നിലുള്ളത്. ജയിലിൽ നിന്ന് പുറത്തിറങ്ങി മാധ്യമങ്ങളെ അടക്കം അവർ വെല്ലുവിളിച്ചു. പാർട്ടിയിലെ ഒരു ലോബിയുടെ പൂർണ്ണമായ പിന്തുണ PP ദിവ്യയ്ക്ക് ഈ സംഭവത്തിന് പിന്നിൽ ഉണ്ടായിരുന്നുവെന്ന് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ പ്രശാന്തിന് പിന്നിലുള്ള ബിനാമികളുടെ മുഖം ഇതുവരെ കേരളം കണ്ടില്ല. എന്തിനേറെ പ്രശാന്തൻ മുഖ്യമന്ത്രിയുടെ പേരിൽ തയ്യാറാക്കിയ വ്യാജ കത്ത് ആരാണ് തയ്യാറാക്കിയത് എന്ന് പോലും ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കണ്ടെത്തിയിട്ടില്ല. നവീൻ ബാബുവിനെതിരെ വ്യാജമൊഴികൾ നൽകിയ കളക്ടറെ തലസ്ഥാനത്ത് നിന്ന് മാറ്റാൻ പോലും സർക്കാരിന് ത്രാണിയില്ല. ആ കളക്ടർ പറഞ്ഞത് മുഴുവൻ വ്യാജമാണ് എന്ന് മഞ്ജുഷ എത്രയോ വട്ടം കേരള പൊതുമനസാക്ഷിക്ക് മുന്നിൽ പറഞ്ഞു. ഒരു CPM കുടുംബാംഗമാണ് ഈ പറയുന്നതെന്നോർക്കണം. ADM പോലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥന്റെ സ്ഥിതി ഇതാണെങ്കിൽ കേരളത്തിലെ സാധാരണക്കാരുടെ അവസ്ഥ എന്തായിരിക്കും? ഈ കേസിൽ സത്യം തെളിയണമെങ്കിൽ CBI തന്നെ ഈ കേസന്വേഷണം ഏറ്റെടുക്കണം. കാരണം ഇവിടെ പ്രതിപ്പട്ടികയിൽ നിൽക്കുന്നത് CPM നേതാക്കളാണ്. കൊലപാതകത്തിന് മുന്നിൽ കേവലം ഒരു PP ദിവ്യയോ പ്രശാന്തനോ മാത്രമല്ല, കണ്ണൂർ ലോബിയിൽ കളിക്കുന്ന വലിയ മാഫിയകളുണ്ട് ഇതിന് പിന്നിലെന്ന് വ്യക്തമാണ്. CBI അന്വേഷണം എത്തിയാൽ വൻ തലകൾ ഉരുളുമെന്ന് പലർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഭയപ്പെട്ട് മഞ്ജുഷയെയും കുടുംബത്തെയും ഒക്കെ പാട്ടിലാക്കാനാണ് തുടക്കം മുതൽ CPM പോലും ശ്രമിച്ചത്. നവീൻ ബാബുവിന്റെ മരണത്തിന് പിന്നിലെ യഥാർത്ഥ പ്രതികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക തന്നെ ചെയ്യണം. അതിനു പിന്നിൽ കളിച്ചത് ഏതു വമ്പന്മാരായാലും എത്ര സ്വാധീനശക്തി ഉള്ളവരായാലും അവരെ കണ്ടെത്തേണ്ടത് അന്വേഷണ സംഘത്തിന്റെ ചുമതലയാണ്. അതിന് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം പരാജയപ്പെട്ടു എന്നതിന് മറ്റു തെളിവുകളുടെ ആവശ്യമില്ല. ഹൈക്കോടതി ഒരു CBI അന്വേഷണം പ്രഖ്യാപിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. CBIയോട് ഇപ്പോൾ ഹൈക്കോടതി നിലപാട് തേടിയിരിക്കുന്നു. അവർ ഒരു അനുകൂല മനോഭാവം കാട്ടണമെന്നാണ് ഇപ്പോൾ കേരളത്തിന്റെ പ്രാർത്ഥന. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.